ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗൾഫ് കൺട്രീസിൽ ഈന്തപ്പഴം ലഭിക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ. വെറൈറ്റീസ് ആയിട്ടുള്ള ഈന്തപ്പഴം നമുക്ക് കടകളിൽ കാണാൻ സാധിക്കും. അപ്പം പഴുക്കാൻ തുടങ്ങുന്ന ഈന്തപ്പഴം വെച്ചിട്ട് ഒരു അച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എനിക്കിവിടെ റെഡ് കളറിലുള്ള ഈ ഒരു വെറൈറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1 കിലോ ഉണ്ട്. നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മധുരമേ ഇതിനുള്ളൂ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു അച്ചാർ അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഓരോ ഈന്തപ്പഴവും ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുരു അങ്ങ് കളയുകയാണ്. അങ്ങനെ ഈ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈന്തപ്പഴം ഫുൾ കട്ട് ചെയ്തു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് അച്ചാറാക്കി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഈ അച്ചാർ പൊടിക്ക് നല്ലൊരു എരിവായതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ശർക്കര 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് അലിയിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ അച്ചാറിന് നല്ലൊരു മധുരം ആയിരിക്കും കിട്ടുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി മാറ്റിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള റോ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു അച്ചാറ് ഒരു ചെറിയ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിക്കുന്നതാണ് ബെറ്റർ. അപ്പോഴേക്ക് നമ്മുടെ ഈന്തപ്പഴം നന്നായിട്ട് അലിഞ്ഞ് മധുരവും പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ ബൈ.